രാവിലെ ഒരു കലം വെള്ളം തിളപ്പിക്കും, അതിനൊരു ഇച്ചിരി മാറ്റി വെച്ച് തേയില ഇട്ട് കഴിഞ്ഞാൽ മോർണിംഗ് ഡ്രിങ്ക് ആയി. ഓക്കെ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് അവലും ഉപ്പ് വേണ്ട, അവലിനകത്ത് നമ്മൾ തേങ്ങ നനച്ചാണ് തരുന്നത്. നല്ല തവിടുള്ളതാണ്, അതുകൊണ്ട് ആരോഗ്യത്തിന് അത്യുത്തമം. പിന്നെ ഉച്ചത്തേക്ക് പറമ്പിൽ നിന്ന് വിറകെടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുപ്പിലൊരു കലം ചോറ് വെക്കാം എന്നാണ്. അതിലേക്ക് ഇച്ചിരി തൈര് ഒഴിച്ചതും മുളക് പൊട്ടിച്ചതും ഇട്ട്. പപ്പടം ഇല്ല, പപ്പടം ലക്ഷറി ബഡ്ജറ്റാണ്, അത് ലക്ഷറീസ് എല്ലാം ഒഴിവാക്കിയുള്ളൊരു ബഡ്ജറ്റാണ് കേട്ടോ. അതെ, വെക്കേഷനാണ്, കുട്ടികൾക്ക് സ്നാക്സ് കൊടുക്കണം, പക്ഷേ നമ്മൾ അവരുടെ ആരോഗ്യത്തിന് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. സോ അതുകൊണ്ട് ഇത്തവണ ഈ എണ്ണപ്പലഹാരങ്ങളും പിന്നെ മറ്റ് ബേക്കറി ഐറ്റംസൊക്കെ ഒഴിവാക്കിയിട്ട് പറമ്പിലെ ചക്ക, മാങ്ങ, തേങ്ങ, സപ്പോട്ട, പിന്നെ പാഷൻ ഫ്രൂട്ട്, ഇവയിലൊക്കെയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് കുട്ടികൾക്കുള്ള ഈവനിങ് സ്നാക്സ് കൊടുക്കേണ്ടത്. ചായ ആരോഗ്യത്തിന് നല്ലതല്ലാത്തതുകൊണ്ട് വൈകുന്നേരത്തേക്ക് വേണമെങ്കിൽ നാരങ്ങ വെള്ളമോ അല്ലെങ്കിൽ ഇളനീർ ഒക്കെ ആണെങ്കിൽ അത്യുത്തമമായിരിക്കും. രാത്രി ഈ ഉച്ചയ്ക്ക് വെച്ച ചോറ് ഒരു കലമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് മിക്കവാറും രാത്രിത്തേക്ക് ബാക്കി കാണും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് അച്ചാറും കൂട്ടി അടിച്ചാൽ കഞ്ഞിയാവും, മിച്ചമുണ്ടെങ്കിൽ രാവിലത്തേക്ക് കൊടുക്കാം. പിന്നെ ഈ പദ്ധതിയിൽ മറ്റെന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സഭയിലെ വൻ സാമ്പത്തിക ശക്തികൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ സ്വിഗ്ഗി, സൊമാറ്റോ തുടങ്ങിയ മൾട്ടിനാഷണൽ കമ്പനീസിനെ സഹായത്തിന് വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ അംഗങ്ങളെയും പരിഗണിച്ചുകൊണ്ട് ഒരു നടപടി ഉണ്ടാകണമെന്നാണ് സഭയുടെ അഭിപ്രായം. പിന്നെ ഇത് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഇതിപ്പോൾ പാസ്സാക്കാൻ പോവുകയാണ്.